ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്ന് ഒരു ഡെൻ മൈ ലൈഫാണ്. ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഒരു ചിക്കൻ ബിരിയാണിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു വെറൈറ്റി പുട്ടാണ് കേട്ടോ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടുവെക്കുക. വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നിതാ ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം മക്കൾ നേരത്തെ സ്കൂളിൽ പോകുമല്ലോ, പതാക ഉയർത്തുന്ന ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നേരത്തെ പോകണം. അപ്പോൾ നമ്മൾ ഐഫക്കുട്ടി റിച്ചു സ്കൂൾക്ക് പോയിട്ടില്ല കേട്ടോ, അവർക്ക് സ്കൂൾ ബസ്സില്ല. അപ്പോൾ ഐഫക്കുട്ടി കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച സ്കൂൾക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ അവൾ പോകാൻ ഒരുങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് ഇന്ന് പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പഴവും പുട്ടൊക്കെ പഴവും പുട്ടുപൊടിയും ഒക്കെ മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു പുട്ടാണ്. അപ്പോൾ ഞാൻ റെസിപ്പി ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു 2 കപ്പ് പുട്ടുപൊടി ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പാലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ പുട്ടുപൊടിയും പാലും ഒക്കെ എടുത്ത കപ്പ് അരക്കപ്പാണ് കേട്ടോ, അതുകൊണ്ടാണ് 2 പ്രാവശ്യമാക്കിയിട്ട് പാൽ ഒഴിച്ചു കൊടുത്തത്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടാണ്ട് നമ്മൾ സാധാരണ പുട്ടുപൊടി നനച്ച് വെക്കണ പോലെ തന്നെ ഒന്ന് നനച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ, ഒന്ന് പുട്ടുപൊടിയൊക്കെ ഒന്ന് കുതിർന്ന് വരട്ടെ. അപ്പോൾ ഞാനത് അവിടെ അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്, ചായയും തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിക്ക് ചായപ്പൊടിയൊക്കെ ഇട്ട് അതും വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ വേഗം തേങ്ങ ചിരകിയെടുത്ത് പുട്ടുക്കുള്ള നമ്മൾ പുട്ടും പഴമൊക്കെ കഴിക്കൂലേ, അതേപോലെ തന്നെ ഇതിപ്പം പുട്ടിൻ്റെ കൂടെ നമ്മൾ പഴം കൂടെ കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ടെന്നുള്ളൂ കേട്ടോ. അപ്പം പഴം വേവിച്ചിട്ട് പുട്ടിൻ്റെ കൂടെ ആവി കൊണ്ട് വെന്ത് വരുമ്പം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അത്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ ഒരു 4 പഴം എടുത്ത് വെച്ചിട്ടുണ്ടായിനി. അതിൽ 3 പഴം ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു പഴം ഒരു പച്ച ഉണ്ടായിനി, അപ്പോൾ കറ ചുവക്കും ചിലപ്പോൾ. അപ്പോൾ 3 പഴം ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തു. പിന്നെ നമ്മൾ ചിരകി വെച്ച തേങ്ങ ഉണ്ടല്ലോ, ആ ഒരു തേങ്ങയും ഈ ഒരു പഴമൊക്കെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നേന്ത്രപ്പഴമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ചെറുപഴം എടുത്താലും കുഴപ്പമൊന്നുമില്ല, നേന്ത്രപ്പഴമാണ് ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതൽ. എനിക്ക് അങ്ങനെയായിട്ടോ തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേന്ത്രപ്പഴം എടുത്തു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കുക. പിന്നെ അതേപോലെ തന്നെ ഞാൻ തേങ്ങ ആ പഴത്തേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ 2 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. മധുരം അതേപോലെ തന്നെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കുക. പിന്നെ പാൽപ്പൊടി ഉണ്ടെങ്കിൽ കുറച്ച് പാൽപ്പൊടിയും കൂടെ ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ പാൽപ്പൊടി ഇട്ടിട്ടില്ല. അങ്ങനെ പഞ്ചസാരയൊക്കെ ചേർത്ത് പഴവും തേങ്ങയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തൂക്കിൽ വെള്ളം വെക്കാം. ആ വെള്ളം ചൂടായി വരുമ്പോഴത്തേന് നമ്മൾ പുട്ടുകുറ്റി ഒന്ന് നിറച്ച് കൊടുക്കാം നമുക്ക്. അപ്പോൾ പുട്ടുപൊടി ഇതാട്ടോ നനഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ പുട്ടുപൊടി നമ്മൾ പാലൊഴിച്ചിട്ടല്ലേ നനച്ച് വെച്ചത്, അതിന് പകരം പാൽപ്പൊടി ഇട്ടുകൊണ്ട് അങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ട് സാധാരണ നമ്മൾ പുട്ടുപൊടി നനച്ചെടുക്കണ പോലെ അങ്ങനെ നനച്ചെടുത്താലും മതി കേട്ടോ. ഇതാകുമ്പോൾ എളുപ്പമാണ് കേട്ടോ, നമുക്ക് പുട്ടുക്ക് കറിയൊന്നും വേണ്ട. എന്തായാലും പുട്ടും പഴമൊക്കെ കഴിക്കൂലേ, അതേപോലെ തന്നെയാണ് തേങ്ങയും അതേപോലെ പഞ്ചസാരയും പഴമൊക്കെ ചേർത്താണ്ട് മിക്സ് ചെയ്ത് കഴിക്കണ പോലെ തന്നെയാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ കറിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ചില സമയത്തുണ്ടല്ലോ കറിയൊക്കെ ഉണ്ടാക്കാൻ ഒരു മടിയൊക്കെ വരുന്ന ദിവസം, അങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ. ഇത് ഉണ്ടാക്കാനും എളുപ്പമാണ്, അതേപോലെ കുട്ടികളും തന്നെ നല്ല ഇഷ്ടത്തോട് കൂടിയിട്ട് കഴിക്കും. അപ്പോൾ ഞാൻ പുട്ടുകുറ്റിയൊക്കെ നിറച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാ പുട്ട് ചൂടുന്ന പോലെ തന്നെ നമ്മൾ ആ ഒരു പഴത്തിൻ്റെ മിക്സും പിന്നെ അതേപോലെ പുട്ടുപൊടിയൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ നമ്മൾ തൂക്കിൽ വെച്ച വെള്ളത്തിന് ആവിയൊക്കെ വന്നിട്ടുണ്ടേനും. അങ്ങനെ ഞാൻ അതിൻ്റെ മേലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പുട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പോൾ എളുപ്പമാണല്ലോ, വേഗം ആവി വരും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് വേഗം ഒരു വാഴൻ്റെ ഇല വെട്ടിക്കൊണ്ടുവന്നു കേട്ടോ. ഒരു ഭംഗി ഉണ്ടാവാൻ വേണ്ടിയിട്ട് വാഴൻ്റെ ഇലയ്ക്ക് പുട്ട് കുത്തുമ്പോൾ നല്ല ചുരുക്ക കാണാൻ, അതിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വെച്ച് കൊടുത്ത പുട്ടിന് ആവി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ആ വാഴയിലേക്ക് കുത്തി കൊടുത്തിട്ടുണ്ട്. അതേപോലെ ബാക്കിയുള്ളതൊക്കെ പുട്ട് ഞാൻ ചുട്ട് കൊടുത്തിട്ടോ. അപ്പോൾ ഇന്ന് കുറേ പുട്ടുണ്ടല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് അധികം പുട്ട് ചുട്ടതാണ്. ഇന്നിപ്പം ഞാൻ പറഞ്ഞല്ലോ ഓഗസ്റ്റ് 15 ആയതുകൊണ്ട് കുട്ടികൾ സ്കൂളിൽ പോയാലും എളുപ്പം വരും. അപ്പം അവർക്ക് വന്നാലും കഴിക്കാമല്ലോ. ഇനിയിപ്പോൾ റിച്ചുമോന് പള്ളിക്കൊക്കെ പോകുമ്പോഴത്തിന് ഓന് വിശക്കും ചെയ്യും. അപ്പോൾ എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. ഒന്ന് ഞാൻ ബിരിയാണി ഉണ്ടാക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പം കുറച്ച് കഴിഞ്ഞിട്ടേ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ മക്കൾ വീട്ടിലുണ്ടാകുന്ന ദിവസങ്ങൾക്ക് അറിയാമല്ലോ, ഉമ്മച്ചി എന്തെങ്കിലും കഴിക്കാണ്ടോ ചോദിച്ചുകൊണ്ട് വരും ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ അങ്ങനെ ഒരിടത്ത് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് അധികം തന്നെ പുട്ടുണ്ടാക്കിയതാണ്. പിന്നെ ഈ ഒരു പുട്ട് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പുട്ട് ചുടാത്തോലൊന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, കുട്ടികൾക്കും ഇഷ്ടപ്പെടും. പിന്നെ ലാസ്റ്റ് നമ്മൾ പുട്ട് ചുടുമ്പം ഈ നമ്മളെ തേങ്ങൻ്റെയും പഴത്തിൻ്റെയും മിക്സ് കുറച്ച് ബാലൻസ് ഉണ്ടായിനി. അപ്പോൾ അത് ആ പുട്ടുകുറ്റിക്ക് തന്നെ ഞാൻ അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്ത് അങ്ങനെ ആവി ഒളിച്ചിനി കേട്ടോ. അതാണിത് ഇങ്ങനെ ഇടയ്ക്ക് വിട്ട് കാണുന്നത്. അപ്പോൾ അത് അതിൻ്റെ മേലെ കൂടെ ഒക്കെ ഒന്ന് വെതറി കൊടുത്താൽ മതി. അപ്പോൾ നമ്മളെ കാസറോൾക്ക് ഞാൻ പുട്ടൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്.
ഇതിലിട്ട് അടച്ച് വെച്ചാലേ മക്കൾക്ക് വേണ്ടി വരുമ്പോൾ അങ്ങനെ എടുത്ത് കഴിച്ചോളും. അപ്പോൾ ഒരു പുട്ടിൻ്റെ കഷ്ണം വാഴയിലയിൽ തന്നെ വെച്ചിട്ടുണ്ട്. അതിക്ക് ഒരു ഗ്ലാസ് ചായയൊക്കെ ഒഴിച്ച് റിച്ചുമോന് ചായ കൊടുക്കാം കേട്ടോ. ഓന് മരുന്നൊക്കെ കൊടുക്കാണ്ട്. മറ്റവരൊന്നും ചായ കുടിക്കാൻ എത്തിയിട്ടില്ല. ഐഫക്കുട്ടി സ്കൂൾക്ക് പോകാൻ ഒരുങ്ങുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട്, കുട്ടികൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി അപ്പോൾ അതേപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് വീട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെടാതിരിക്കില്ല. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ട്. ഇനി അതൊക്കെ അതിൻ്റെ അടിയിൽ കൂടെ ചെയ്ത് ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണി ചിക്കൻ പൊരിക്കാതെയാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. ചിക്കൻ അധികം ഞാൻ പുറത്തേക്കൊക്കെ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ചിക്കൻ പൊരിച്ചിട്ടാണ് ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ ചിലർ പറയും കേട്ടോ ചിക്കൻ പൊരിക്കാതെ അങ്ങനെ ദമ്മിട്ടാൽ മതി എന്ന് പറയും. അങ്ങനെ പറയുന്നവർക്ക് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. പക്ഷേ ഈ ഒരു ചിക്കൻ പൊരിക്കാതെ ഉണ്ടാക്കുന്ന ബിരിയാണി ഉണ്ടല്ലോ, അടാറ് ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റ് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ചിക്കൻ്റെ കഷ്ണങ്ങളൊക്കെ ചിലപ്പം കുറച്ച് ഉടയുകയൊക്കെ ചെയ്യും. അല്ലാത്ത കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഈ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ 1.25 കിലോ ചിക്കൻ ഉണ്ടാവും. പിന്നെ അതേപോലെ ഒരു 4 കപ്പ് അരിയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ആദ്യം അതിലേക്കുള്ള സവാളയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 3 സവാളയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതേപോലെ 3 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചെടുത്തിട്ടുണ്ട്. പച്ചമുളക് ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചിനെക്കാട്ടിലും കുറച്ചധികം വെളുത്തുള്ളി എടുത്തു. അങ്ങനെ അതൊക്കെ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ സവാള നമ്മളെ സ്ലൈസറുമ്മ വെച്ചാണ്ട് അങ്ങനെ സ്ലൈസ് ചെയ്തെടുത്തു. പിന്നെ തക്കാളി ഉണ്ട് കട്ട് ചെയ്തെടുക്കാൻ. അതേപോലെ മല്ലിയിലും പുതിനയിലൊക്കെ ഉണ്ട് കട്ട് ചെയ്യാൻ. അപ്പോൾ അതൊക്കെ ഞാൻ അതിൻ്റെ ഇടയിൽ ചെയ്യുക. പിന്നെ ഞാൻ അടുപ്പ് കത്തിച്ചിട്ട് അടുപ്പത്ത് നമുക്ക് റൈസ് വേവിച്ചെടുക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ കൂട്ടുകാർ ചോദിക്കലുണ്ട് കേട്ടോ, എന്താ നിങ്ങൾ അടുപ്പ് കത്തിക്കാത്തത്? അടുപ്പ് കത്തിക്കാത്തത് എന്താ വെച്ചാൽ ആ ഷീറ്റ് നല്ലോണം താന്നുകണ്. അപ്പം പുക വരും. പിന്നെ മഴ ആയതുകൊണ്ട് ഷീറ്റ് അഴിച്ചിടാനും കഴിയൂലല്ലോ. അപ്പോൾ അടുപ്പ് കത്തിക്കാനൊരു മടിയാണ് കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഒരു കമ്പൊക്കെ വെച്ചാണ്ട് ഷീറ്റൊക്കെ ഒന്ന് പൊന്തിച്ച് കൊടുത്തിക്കണം. അപ്പോൾ പുക പിന്നെ കുറച്ച് അങ്ങോട്ട് ഒഴിഞ്ഞു പോവും. അങ്ങനെ വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചു. പിന്നെ വന്നിട്ട് ഞാൻ നമുക്ക് മസാലയൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. 1 സ്പൂണ് RKGൻ്റെ നെയ്യ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അത് ചൂടായി വന്നതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാള ഉണ്ടല്ലോ, സവാളയിൽ നിന്ന് കുറച്ച് സവാള എടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണ്ട കേട്ടോ. നമുക്ക് ബിരിയാണിൻ്റെ അടിയിൽ കൂടെ അങ്ങനെ ദം ചെയ്തെടുക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ സവാള ഫ്രൈ ചെയ്തിട്ട് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. എൻ്റെ അടുത്ത് അണ്ടിപ്പരിപ്പില്ലേനും കുറച്ച് മുന്തിരി ഉണ്ടേനും, അപ്പോൾ അത് ചേർത്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് കഴിക്കാനല്ലേ, നമ്മളെ മക്കൾക്ക് കഴിക്കാനല്ലേ. അപ്പം പിന്നെ ഇനിയിപ്പോൾ എന്തെങ്കിലും 1-2 ഇൻഗ്രീഡിയൻസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കുട്ടികളാണെങ്കിലോ ചോറിന് കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ പെറുക്കി കളയും. അങ്ങനെ മുന്തിരി സവാളയൊക്കെ ഫ്രൈ ആയി വന്നു. അപ്പോൾ അത് ഞാൻ അതിന് മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഓയിലും ഞാൻ മാറ്റി വെച്ചിട്ടോ. അത് നമുക്ക് റൈസ് ദം ചെയ്തെടുക്കൂലേ, ബിരിയാണി ദം ചെയ്തെടുക്കൂലേ, അപ്പോൾ അതിൻ്റെ മേലെ കൂടെ ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. നെയ്യും സൺഫ്ലവർ ഓയിലും ഒക്കെ ഒന്ന് ഉരുക്കിയിട്ട് ബിരിയാണി ദം ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതവിടെ മാറ്റി വെച്ചു. പിന്നെ വീണ്ടും ഈ ഒരു ചട്ടിക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മളെ മസാലയ്ക്കുള്ള സവാള അതിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. സവാള നല്ല നൈസായിട്ട് തന്നെ സ്ലൈസ് ചെയ്തെടുത്തതുകൊണ്ട് പെട്ടെന്ന് ആവും കേട്ടോ, പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു. ഒന്നും കൂടെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. അടച്ച് വെച്ചിട്ട് നമുക്ക് സവാള ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അത് വഴന്ന് വരുന്ന സമയം കൊണ്ട് പിന്നെ ഞാൻ അവിടെ തക്കാളി കട്ട് ചെയ്യാനും അതേപോലെ ക്യാരറ്റ് കട്ട് ചെയ്യാനും മല്ലിയിലും പുതിനയിലൊക്കെ കട്ട് ചെയ്യാണ്ടതിന് അതൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ അതാ തുറന്നു നോക്കിയപ്പം സവാളയൊക്കെ ഏകദേശം വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതച്ച് വെച്ചല്ലോ, ആ ഒരു ചതച്ചതും ചേർത്ത് കൊടുക്കുക. അതിൻ്റെ അടിയിൽ ഞാൻ കറിവേപ്പിൻ്റെ ഇല ചേർത്തിന് കേട്ടോ, വീഡിയോയിൽ കണ്ടിട്ടില്ല. കറിവേപ്പിൻ്റെ ഇല കുറച്ച് ചേർത്താൽ മതി. നമുക്ക് മല്ലിയിലയും പുതിനയിലയാണ് കൂടുതൽ ചേർക്കേണ്ടത്. അപ്പോൾ കറിവേപ്പിൻ്റെ ഇല കൂടുതൽ ചേർത്താൽ ആ ഒരു മല്ലിയിലിൻ്റെയും പുതിനയിലിൻ്റെയും ഒക്കെ ഒരു ഫ്ലേവർ വല്ലാതെ അങ്ങോട്ട് കിട്ടൂല. അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ചതച്ചതൊക്കെ ചേർത്ത് വഴറ്റി കൊടുത്തു. ഇനി നമുക്കിതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു 1.5 ടീസ്പൂൺ ബിരിയാണി മസാല എടുത്തിട്ടുണ്ട്. അതേപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി വേറെ മസാലപ്പൊടികളൊന്നും നമ്മളിതിലേക്ക് ചേർക്കൂല. ബിരിയാണി മസാല നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത മസാലയാണ്, അതുകൊണ്ടാണ് 1.5 സ്പൂണ് ചേർത്തത്. കടയിൽ നിന്നൊക്കെ വാങ്ങേണ്ടതാണെങ്കിൽ 2 സ്പൂണൊക്കെ ചേർത്തോണ്ടി. അപ്പോൾ നമ്മളെ ബിരിയാണിക്ക് ഈ ഒരു പച്ചമുളകിൻ്റെ എരിവും അതേപോലെ
കുരുമുളക് പൊടിൻ്റെ ആ എരിവ് മാത്രമേ ഉള്ളൂ കേട്ടോ. പച്ചമുളകിൻ്റെ എരിവ് മാത്രം മതി. മുളക് പൊടി ചേർത്താൽ അതിൻ്റെ ഒരു ടേസ്റ്റ് മാറും. അപ്പോൾ മുളക് പൊടി ചേർക്കാതെ ഇതേപോലെ കുറച്ച് അധികം പച്ചമുളകൊക്കെ ചേർത്തുകൊണ്ട് ബിരിയാണി ഉണ്ടാക്കി നോക്കുകൊണ്ട് കേട്ടോ. അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ആയിക്കാരം. അങ്ങനെ നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു. ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ആ ഒരു എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം തക്കാളി കട്ട് ചെയ്തതും ചേർത്തു. അതേപോലെ തന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്തതും ചേർത്തു. ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ചിക്കൻ കുറച്ച് സമയം ആയിക്കണം കേട്ടോ നമ്മൾ കഴുകി വെച്ചിട്ട്. ഞാൻ പറഞ്ഞല്ലോ ഒരു 1.25 കിലോ 1.5 കിലോൻ്റെ ഒക്കെ അടുത്തുണ്ടാവും ചിക്കൻ. കറക്റ്റ് അളവ് എനിക്കറിയില്ല. അപ്പോൾ 4 കപ്പ് അരിയാണ് നമ്മൾ എടുക്കുന്നത്. ജീരകശാല റൈസ് ഇല്ലേ, അതാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു അരി വെച്ചിട്ട് ഞാൻ അധികം ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമ്മൾ തിളപ്പിച്ചൂറ്റാതെ അങ്ങനെ വറ്റിച്ച് നെയ്ച്ചോറാക്കി വെക്കുമല്ലോ, അങ്ങനെയാണ് ഇതുകൊണ്ട് ബിരിയാണി ഉണ്ടാക്കൽ. നല്ല ടേസ്റ്റും ഉണ്ടാവലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഇത് അരി തിളപ്പിച്ചൂറ്റിയിട്ടാണ് ഇന്ന് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അരി കഴുകി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ ഇട്ട് കൊടുക്കും കേട്ടോ, വെള്ളം തിളക്കാനായിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ നമ്മൾ തീയൊക്കെ കത്തിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മസാല ഇവിടെ ആയിട്ടുണ്ട്. ഇപ്പം ഇനി നമുക്കിതിലേക്ക് നാരങ്ങ നീരും തൈരൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു ചെറുനാരങ്ങൻ്റെ നീര് ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനിയും ആ ഒരു നീര് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ചവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, നമുക്ക് റൈസ് വേവിച്ചെടുക്കണം ആ ഒരു വെള്ളത്തേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ ഒരു 1/2 കപ്പ് തൈരും ചേർത്തു. ഇനിയിപ്പോൾ നമുക്ക് നല്ലോണം അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഈ ഒരു മസാലയ്ക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് ഒന്ന് അരച്ചിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കായൊക്കെ ഉണ്ടാവും കേട്ടോ, നല്ല ഗ്രേവിയൊക്കെ ഉണ്ടാവും നമ്മൾ ബിരിയാണിൻ്റെ മസാലക്ക്. അല്ലെങ്കിൽ ഒരു ഇത്തിരി തേങ്ങ അരച്ചിട്ട് അങ്ങനെ ചേർക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞങ്ങൾ ഇവിടുത്തെ അമ്മ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചേർക്കലുണ്ട് കേട്ടോ. കുറച്ച് തേങ്ങയൊക്കെ അരച്ചാണ്ടൊക്കെ ചേർക്കലുണ്ട്, ഈ കായം കൂടുതൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ കസ്കസ് അരച്ച് ചേർക്കുക. കുറേ ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോഴേ മസാലയൊന്നും തികയൂലല്ലോ. അങ്ങനെയൊക്കെ ആകുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. നമുക്കിപ്പോൾ ഇവിടെ അധികം ഒന്നും ആളില്ലല്ലോ, ഞാനും മക്കളും തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അത്യാവശ്യം അതിലേക്കുള്ള മസാല നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. സവാളയൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി ഒക്കെ വേണമെന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെ ചേർത്തോണ്ടി, അത് വിചാരിച്ചിട്ട് പറഞ്ഞതാട്ടോ ഞാൻ. പിന്നെ ചിക്കനൊക്കെ ഇട്ടുകൊണ്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലക്കും കൂടെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഒക്കെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ തീ ഓഫാക്കി കൊടുത്തിട്ടോ. ഇനി നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ദം ചെയ്തെടുക്കുന്ന സമയത്താണ് ചിക്കൻ. അങ്ങനെ മസാല റെഡിയായി ഫ്ലെയിം ഓഫ് ചെയ്തു. പിന്നെ നമ്മൾ റൈസ് വേവിക്കാനുള്ള വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഉപ്പിട്ട് കൊടുത്തു. അതേപോലെ തന്നെ പിന്നെ കുറച്ച് നാരങ്ങ നീരും അതേപോലെ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെന്തിനാ വെച്ചാൽ നമ്മൾ അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ഒരു ജീരകശാല റൈസ് വെച്ചിട്ട് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അതേപോലെ അരി തിളപ്പിച്ച് ഊറ്റുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ചാൽ വേവിൻ്റെ കാര്യമായിട്ട് ഞാൻ പറയുന്നത്, പെട്ടെന്ന് വേവുത്. അരി അങ്ങോട്ട് തിളച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ഊറ്റിയെടുക്കണം. പ്രത്യേകിച്ച് നമ്മൾ മസാലയൊന്നും വെന്തിട്ടില്ലല്ലോ, പച്ച ചിക്കനാണ് നമുക്ക്. അപ്പോൾ അത് ദം ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ കുറച്ച് താഴെ തീ കത്തിച്ചു കൊടുക്കും. അപ്പോൾ നല്ലോണം ആവി കയറുമ്പം വേറും. അപ്പം പെട്ടെന്ന് തന്നെ ഊറ്റണം കേട്ടോ. അപ്പോൾ ഞാൻ അരി ഇട്ട് കൊടുത്തതിന് ശേഷം വേഗം വന്നിട്ട് നമുക്ക് ദം ചെയ്തെടുക്കാനുള്ള പാത്രത്തേക്ക് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു ചെമ്പിലാണ് കേട്ടോ അത് ദം ചെയ്തെടുക്കണത്. അപ്പോൾ അതിക്ക് മസാല ഇട്ട് കൊടുത്തു. പിന്നെ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മഞ്ഞ കളറൊക്കെ കുറച്ച് കുറവായിട്ട് തോന്നും. ഞാൻ കുറച്ച് ചേർത്തതാണ് കേട്ടോ. ഞാൻ 1/2 സ്പൂണേ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുള്ളൂ. അതെന്താ വെച്ചാൽ ബിരിയാണിക്ക് ശരിക്കും അങ്ങനെ കൂടുതൽ മഞ്ഞൾപ്പൊടി ചേർക്കണ്ട, കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. പ്രത്യേകിച്ച് നാടൻ മഞ്ഞളൊക്കെ ആണെങ്കിൽ അതിൻ്റെ ആ ഒരു കുത്തലുണ്ടാവും. അപ്പോൾ മസാലയൊക്കെ ചെമ്പൊക്കെ ആക്കി കൊടുത്തു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ തിളച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ അത് ഊറ്റണം എന്നുള്ളത്. അങ്ങനെ അത് തിളച്ച് ഒന്നിങ്ങോട്ട് ആയപ്പം വേഗം ഞാനത് ഊറ്റിയിട്ടുണ്ട്. ഇനി നമ്മളെ മസാലേൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോഴേ ഇതേപോലെ മസാലേൻ്റെ മേലെ ഒരു വാഴൻ്റെ ഇല വിരിച്ചു കൊടുക്കലുണ്ട്. അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ നേരിയൊരു തുണി, വൃത്തിയുള്ളൊരു തുണി നനച്ചിട്ട് അത് വിരിച്ചു കൊടുക്കലുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യലില്ല. കാരണം ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുമ്പോൾ ഇതാണ് കേട്ടോ ടേസ്റ്റ്. ഈ ഒരു മസാലേൻ്റെ മേലേക്ക് തന്നെ നമ്മൾ റൈസ് ഊറ്റിയിട്ട് കൊടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിക്കാരം. നമ്മൾ റൈസിനും അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ നല്ലോണം കിട്ടും. അപ്പോൾ ഫസ്റ്റത്തെ ട്രിപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ സവാളയൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നല്ലോ, അതിന് കുറച്ച് ബിരിയാണി മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മേലെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫസ്റ്റ് നെയ്യും സൺഫ്ലവർ ഓയിലൊക്കെ ഉരുക്കിയത് എടുത്ത് വെച്ചിരുന്നല്ലോ, അത് ഫ്രൈ ചെയ്തത് അതായിക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ വീണ്ടും റൈസ് വേവിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ റൈസും. നമ്മൾ 4 കപ്പ് അരിയല്ലേ എടുത്തത്. ഇനി ഏറ്റവും മേലെയായിട്ട് കുറച്ച് നല്ല നെയ്യും ആർക്കിജിൻ്റെ നെയ്യും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 സ്പൂൺ 2 സ്പൂണിൻ്റെ അടുത്തൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ വീണ്ടും അതേപോലെ നമ്മൾ ആ ഫ്രൈ ചെയ്ത
സവാളയൊക്കെ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അത് അടച്ചു വെച്ചിട്ട് നമുക്ക് ദം ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിൻ്റെ ചുറ്റും മൈദ തേച്ചുകൊണ്ടൊന്ന് ഇതേപോലെ തേച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടച്ചു വെക്കാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ആവിയൊന്നും പുറത്ത് പോകില്ല. ആവിയൊക്കെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ ബിരിയാണിക്ക് നല്ലോണം ദമ്മ് കയറും. ദമ്മ് നല്ലോണം കയറുമ്പോഴാണ് ബിരിയാണിക്ക് ടേസ്റ്റ് കൂടുതൽ കിട്ടുക. അതേപോലെ ആവിയൊന്നും പുറത്ത് പോവാതെ നിൽക്കുമ്പോൾ ടേസ്റ്റും കൂടും കേട്ടോ. അപ്പോൾ ഞാനിതവിടെ ഇനി അടുപ്പത്ത് വെക്കുകയാണ്, അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ മൈദ തേച്ച് എല്ലാ ഭാഗവും ഒട്ടിച്ചിക്കണമല്ലോ. അപ്പം ഇങ്ങനെ വിട്ട് വരുന്ന ഭാഗമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് കൈ കൊണ്ട് കുറച്ച് മൈദയൊക്കെ തേച്ച് വീണ്ടും അടച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുപ്പിൽ നിന്ന് കുറച്ച് കനൽ ഞാൻ മാറ്റിയിരിക്കണം കേട്ടോ. നടുഭാഗത്ത് നല്ലോണം കനലുണ്ടാവും. അപ്പോൾ അത് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കൊക്കെ ഒന്ന് നീക്കി കൊടുക്കുക. പിന്നെ ഒരു ചിരട്ട അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചിരട്ട ഇട്ടിട്ടാണ് കേട്ടോ കത്തിച്ചെടുക്കുന്നത്. സാധാരണ ഞാൻ ഓലക്കൊടി വെച്ചാണ് കത്തിക്കൽ. ഇപ്പോൾ ഓലക്കൊടിയൊന്നും ഇല്ല കേട്ടോ. ഓലക്കൊടിയൊക്കെ നനഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചിരട്ട കത്തി കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു കനലുമ്മൽ അങ്ങനെ കടന്നോളും. നമ്മളെ ചിക്കൻ പച്ച ആയതുകൊണ്ട് പേടിക്കാനില്ല. അതിന് വെള്ളം ഇറങ്ങുമ്പോൾ ആ ഒരു ചിക്കൻ വേവാനുള്ള വെള്ളം അതിൽ ഇറങ്ങും. അപ്പോൾ അങ്ങനെ അടി പിടിക്കും കരിയൊന്നും ചെയ്യൂല കേട്ടോ. നേരെ മറിച്ച് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ബിരിയാണി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ അങ്ങോട്ട് തോനെ കത്തിച്ചു കൊടുക്കാൻ പറ്റില്ല തീ. കാരണം ചിക്കനിന് വെള്ളം ഇറങ്ങി വരാനൊന്നും ഉണ്ടാവില്ല. മസാലയൊക്കെ നമ്മൾ നല്ലോണം എണ്ണയിലിട്ട് വഴറ്റിയതാവും. അപ്പോൾ വേഗം അടി പിടിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഇതിൻ്റെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. അതിൻ്റെ മേലൊരു വെയിറ്റും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പോൾ മക്കളൊക്കെ ഉണ്ട്, ഫുഡ് കഴിക്കാൻ റെഡി ആയി നിൽക്കണ്. ഇന്ന് ആർക്കും സ്കൂളിൽ ചോറൊന്നുമില്ലല്ലോ, എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫുഡൊക്കെ വിളമ്പി കൊടുക്കാം. റിച്ചുമോ പള്ളിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ബിരിയാണി ഒന്ന് പൊട്ടിച്ച് വെക്കാം. അപ്പോൾ ഇപ്പോഴും ഇത് നല്ല ചൂടാട്ടോ. 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ ആ കനലുമ വെച്ചതുകൊണ്ടേ നല്ല ചൂടാ. എൻ്റെ കൈ പൊള്ളി. പിന്നെ ബിരിയാണിയൊക്കെ നമ്മളെല്ലാവരും എപ്പോഴും ഉണ്ടാക്കണത് തന്നെയാണ്. പക്ഷേ ഓരോരുത്തരും ഓരോരോ രീതിയിലല്ലേ ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതി ഞങ്ങളായിട്ട് ഷെയർ ചെയ്തു. ഞാൻ അധികം വീഡിയോസിലും നമ്മളെ ചാനലിൽ അധികം വീഡിയോസിലും ഉണ്ടാവും ബിരിയാണി ഉണ്ടാക്കണതൊക്കെ. പുറത്തേക്ക് ഉണ്ടാക്കി കൊടുക്കണതും നമുക്ക് വീട്ടിൽ ഉണ്ടാക്കണതൊക്കെ വ്യത്യാസം ഉണ്ടാവും. പുറത്തേക്ക് അറിയുമ്പോൾ നമ്മൾ പൈസയൊക്കെ വാങ്ങിച്ചിട്ട് അല്ലേ ഉണ്ടാക്കി കൊടുക്കണത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. വീട്ടിൽ നമ്മളാവശ്യത്തിന് ഉണ്ടാക്കുമ്പം തട്ടിക്കൂട്ടൊക്കെ കേൾക്കാറ് കേട്ടോ. പക്ഷേ ഈ ഒരു തട്ടിക്കൂട്ട് ബിരിയാണിക്കാണ് ടേസ്റ്റ് കൂടുതൽ കിട്ടുക. എനിക്ക് എപ്പോഴും തോന്നിക്കണം കേട്ടോ. ഇന്നിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഒരു ബിരിയാണി ഉണ്ടല്ലോ, ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റ് ഇനി കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിനി. അപ്പോൾ നമ്മൾ ചിക്കനൊന്നും ഫ്രൈ ചെയ്യാതെ അങ്ങനെ പച്ചക്ക് ഉണ്ടാക്കിയതാണല്ലോ. അപ്പോൾ മക്കൾ പറയുന്നത് എന്താരോ, ഇനി ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയാൽ മതി വെച്ച്. ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് അതിലേറെ ടേസ്റ്റ്. പിന്നെ ഓയിലും അധികം വേണ്ടല്ലോ. പിന്നെ നമ്മൾ കുറച്ച് നെയ്യും കുറച്ച് സൺഫ്ലവർ ഓയിലും മാത്രമല്ല ഇപ്പോൾ ഇതിലേക്ക് ചേർത്തത്. മറ്റേ ചിക്കൻ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഓയിലും വേണം. അപ്പോൾ ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. നല്ല ടേസ്റ്റോട് കൂടിയിട്ട് നമുക്ക് കഴിക്കും ചെയ്യാം. അങ്ങനെ നമ്മളെ ബിരിയാണിയൊക്കെ നമ്മൾ ദമ്മൊക്കെ പൊട്ടിച്ചതാ പാത്രത്തേക്കൊക്കെ മാറ്റി. ഇനി കുട്ടികൾക്കും എനിക്കും എല്ലാവർക്കും ഞാൻ ചോറൊക്കെ വിളമ്പണുണ്ട്. അപ്പോൾ കുറേ ദിവസമായിക്കണം ഇതേപോലെ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ചിട്ട്. അപ്പം ഇന്ന് എല്ലാവരും ഉണ്ടായപ്പം എല്ലാവർക്കും ചോറൊക്കെ വിളമ്പി എല്ലാവരും വട്ടത്തിലിരുന്ന് ബിരിയാണിയൊക്കെ കഴിച്ചിട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടും ചെയ്തിട്ടുണ്ട് അതിന് ബിരിയാണി. പിന്നെ ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ട് നമ്മളെ അനിയത്തി കുട്ടിക്ക് കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ചോറ് കൊടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു വെള്ളിയാഴ്ച ദിവസം ഉണ്ടല്ലോ, മക്കളെല്ലാവരും ഒരുമിച്ചുണ്ടാകുമ്പോൾ ഞങ്ങളെപ്പച്ചിനെ വല്ലാതെ മിസ് ചെയ്യും കേട്ടോ. വെള്ളിയാഴ്ച നമുക്ക് ചിക്കനോ ബീഫോ ബീഫ് എന്തായാലും ഉണ്ടാവും, ഉറപ്പാണ്. ഇപ്പച്ചി പറയും, ഞങ്ങളെപ്പച്ചി പറയും ദീനുൽ ഇസ്ലാമൊന്ന് പുറത്താണ് വെള്ളിയാഴ്ച ബീഫ് വാങ്ങിയിട്ടില്ലെങ്കിൽ പറയട്ടോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് സ്പെഷ്യൽ ഉണ്ടാക്കും ചെയ്യും വെള്ളിയാഴ്ച. ഇപ്പോൾ കുറച്ചായിട്ട് അങ്ങനെ വെള്ളിയാഴ്ച സ്പെഷ്യലൊന്നും ഇല്ല കേട്ടോ. മക്കളൊക്കെ സ്കൂൾക്ക് പോകും, പിന്നെ ഞാൻ ഒറ്റക്കല്ലേ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മളെന്തെങ്കിലുമൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ കഴിക്കും. ഇന്നിപ്പോൾ എല്ലാവരും ഉണ്ടായപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇപ്പച്ചിനെ മിസ് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് മക്കൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ.